10 ലക്ഷം മൃഗങ്ങളും 4 ലക്ഷം മനുഷ്യരും പരസ്പരം പോരാടി മരിച്ച ലോകത്തിലെ ഒരേ ഒരു സ്ഥലം. രാത്രിയിൽ വെളിച്ചം കിട്ടാനായിട്ട് അടിമകളെ തുണി ചുറ്റി കത്തിച്ചിരുന്ന സ്ഥലം. 7 ലോകമഹാത്ഭുതങ്ങളിൽ ഏറ്റവും ഭയാനകമായ ലോകമഹാത്ഭുതം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അങ്ങനെ ഒരു സ്ഥലം കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. നമ്മളിപ്പോൾ ഉള്ളത് ഇറ്റലിയിലാണ്. ഇറ്റലിയിലെ റോമിലുള്ള ലോകമഹാത്ഭുതങ്ങളിലൊന്നായ കൊളോസിയമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൊളോസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേഡിയമാണ്. ഈ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരുന്നത് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ആ പോരാട്ടം കാണാനായിട്ട് 80,000-ഓളം കാണികളെ ഉൾക്കൊള്ളാനായിട്ട് ശേഷിയുള്ളതായിരുന്നു ഈ ഒരു സ്റ്റേഡിയം. നമ്മുടെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇപ്പോൾ 40,000 ആളുകളെയാണ് ഉൾക്കൊള്ളാൻ ശേഷിയുള്ളത്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിതാണ്. അന്ന് 80,000 കാണികളെ ഉൾക്കൊള്ളാൻ ഇതിന് കഴിയുമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു വലിപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ 2 നിലകളും ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ മല്ലന്മാരെയും മൃഗങ്ങളെയും പോരാട്ടത്തിനായിട്ട് പാർപ്പിച്ചിരുന്നത്. മല്ലന്മാരെ സ്റ്റേഡിയത്തിന് നടുവിൽ നിർത്തി സിംഹത്തിൻ്റെയോ കടുവയുടെയോ കൂടുകൾ തുറന്നു വിടുന്നു. നിമിഷ നേരം കൊണ്ട് അവ മനുഷ്യരെ കടിച്ചു കീറുന്നു. മൃഗങ്ങൾ മനുഷ്യരെ കടിച്ചു കീറി കൊലപ്പെടുത്തുന്നത് ഈ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന 80,000 കാണികൾ കണ്ട് ആസ്വദിക്കുന്നു. അങ്ങനെ മനുഷ്യരെയും മൃഗങ്ങളെയും വെച്ച് ക്രൂര വിനോദം നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്റ്റേഡിയമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ചോരയുടെ മണം തളം കെട്ടി നിൽക്കുന്ന സ്റ്റേഡിയം. നമ്മൾ ഈ റോമ സാമ്രാജ്യം എന്നൊക്കെ നേരത്തെ പഠിച്ചിട്ടില്ലേ? റോമൻ ചക്രവർത്തിമാരാണ് ഈ ഒരു സ്റ്റേഡിയം നിർമ്മിച്ചത്. ആധുനിക കാലഘട്ടത്തിൽ നിർമ്മിച്ച പല സ്റ്റേഡിയങ്ങൾക്കും മാതൃകയായത് ഈ ഒരു കൊളോസിയത്തിൻ്റെ സ്ട്രക്ചറായിരുന്നു. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പോരാട്ടങ്ങൾ ചില സമയങ്ങളിൽ സെക്കൻഡുകൾ മാത്രമേ നീണ്ടു നിൽക്കാറുള്ളൂ. പക്ഷെ മറ്റ് ചിലപ്പോൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട്. അങ്ങനെ 100 ദിവസം വരെ നീണ്ടുനിന്ന പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിൽ രാത്രിയിൽ വെളിച്ചം കിട്ടാനായിട്ട് അടിമകളെ തുണി ചുറ്റി കത്തിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചില ശക്തന്മാരായ മല്ലന്മാർ മൃഗങ്ങളെ പരാജയപ്പെടുത്താറുണ്ട്. അങ്ങനെ പരാജയപ്പെടുത്തുന്ന മല്ലന്മാർക്ക് രാജകീയ സ്വീകരണങ്ങളും സമ്മാനങ്ങളും കൂടാതെ അവരെ സൈന്യത്തിലും എടുത്തിരുന്നു. ഈ സ്റ്റേഡിയത്തിന് 80 എൻട്രൻസുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 76 എൻട്രൻസുകൾ പൊതുജനങ്ങൾക്ക് വേണ്ടി കയറാനായിട്ടുള്ളതായിരുന്നു. 2 എൻട്രൻസുകൾ രാജാക്കന്മാർക്ക് വേണ്ടിയുള്ളതായിരുന്നു. ബാലൻസ് 2 എൻട്രൻസുകളുടെ പേരുകൾ, ഒന്നിൻ്റെ പേര് ജീവൻ്റെ കവാടമെന്നും മറ്റേതിൻ്റെ പേര് മരണത്തിൻ്റെ കവാടമെന്നുമായിരുന്നു. ഈ ജീവൻ്റെ കവാടം വഴിയാണ് മല്ലന്മാർ ഭൂമിക്കടിയിലെ നിലകളിൽ നിന്നും ഈ ഒരു അങ്കത്തട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇനി അവർ മൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചു പോവുകയാണെങ്കിൽ അവരുടെ ഡെഡ് ബോഡി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് മരണത്തിൻ്റെ കവാടം വഴിയായിരുന്നു. ദിവസവും 100 കണക്കിന് പോരാട്ടങ്ങളാണ് ഈ സ്റ്റേഡിയത്തിനുള്ളിൽ നടന്നുകൊണ്ടിരുന്നത്. ദിവസവും 100 കണക്കിന് മനുഷ്യരും മൃഗങ്ങളുമാണ് മരിച്ചു വീണുകൊണ്ടിരുന്നത്. ആധുനികമായ 7 ലോകമഹാത്ഭുതങ്ങളിൽ ഏറ്റവും ഭയാനകമായ ലോകമഹാത്ഭുതമാണ് റോമിലെ കൊളോസിയം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇതുപോലെയുള്ള അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.